അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചുമാണ് സുഹൃത്തിൻ്റെ ചോദ്യം. അതിനു മുമ്പ് ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. നാം മറുപടി നൽകുമ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഇമാമുകളുടെ, നമ്മുടെ നേതാക്കളുടെ, പണ്ഡിതന്മാരുടെ, 4 മദ്ഹബിൻ്റെ ഇമാമുകളുടെ, അവർക്ക് മുമ്പ് ജീവിച്ചതായ സഹാബാക്കൾ, താബിഈങ്ങളുടെ നിഗമനവും അഭിപ്രായവുമാണ് ഏത് ചോദ്യത്തിനും മറുപടി പറയുമ്പോൾ നാം മാനദണ്ഡമാക്കാറുള്ളത്. പ്രത്യേകിച്ച് ഇവൻ, കാരണം ഇവൻ പള്ളി ദർസിൽ പഠിച്ച മുസ്ലിയാരാണ്. കേരളത്തിൽ നിന്നിട്ടും മൈസൂർ സ്റ്റേറ്റിൽ നിന്നൊക്കെ പള്ളി ദർസിൽ പഠിച്ച ഒരു മുസ്ലിയാരാണ്. എന്നിട്ടാണ് ഇവിടെ സൗദി അറേബ്യയിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ 12ഓളം വർഷം പിന്നെയും ഉപരിപഠനം നടത്തിയതിൻ്റെ ശേഷം എന്നെ പൊക്കി പറയല്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഇവിടെ തന്നെ പ്രൊഫസറായിട്ട് 20ഓളം വർഷം വർക്ക് ചെയ്തു മദീനയിൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ ദശവർഷങ്ങൾ ഏകദേശം അവിടെ ജോലി ചെയ്യുകയും അവിടെ ഖിദ്മത്ത് എടുക്കുകയും അവിടെ ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യനാണ് ഇവൻ. അതുകൊണ്ട് തന്നെ ഇവൻ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ ചെറുപ്പത്തിലെ പള്ളി ദർസിൽ നിന്നിട്ട് നമ്മുടെ കേരളത്തിലുള്ള മംഗലാപുരത്തുള്ള ഉലമാക്കൾ നിന്നിട്ട് പഠിച്ച കാര്യമാണ്. ഒരു പ്രത്യേക വക്താവ് ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ളതായ ഒരു പ്രത്യേക വകുപ്പുമായിട്ട് ഇവനൊരു ബന്ധവുമില്ല. ഇവൻ ഇവിടെ ജീവിക്കുന്ന ആളാണ്, സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ആളാണ്. ഏതായാലും നാം നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ നിഗമനം അവർ കാഫറാണെന്ന് പറയലല്ല, അവർ ഫത്രത്തിൻ്റെ അഹലുകാരാണ്. ഫത്രത്തിൻ്റെ അഹലുകാർ അവർ മാത്രമല്ല, കാലഘട്ടത്തിൽ ജീവിച്ചവരുടെയൊക്കെ വിധി അങ്ങനെ തന്നെയാണ്. ഫത്രത്തിൻ്റെ അഹലുകാർ എന്ന് പറഞ്ഞാൽ വഹി വരുന്നതിന് മുമ്പ് ജീവിച്ച വിഭാഗം. അള്ളാഹു ഒരിക്കലും സൃഷ്ടികൾ ആക്രമിക്കുകയില്ല. അള്ളാഹു നീതി ചെയ്യുന്നതായ നമ്മുടെ നേതാവായ സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ വഹി വരുന്നതിന് മുമ്പ് ജീവിച്ച വിഭാഗത്തിന് ദഅവത്ത് എത്തിച്ചു കൊടുക്കാതെ അവരെ അള്ളാഹു സൃഷ്ടിക്കുന്നതല്ല. അവർക്ക് ദഅവത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് നാം കാഫിര്യങ്ങളെന്ന് വിധി പറയൂല. റസൂലുള്ളാഹിൻ്റെ ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, വലിയപ്പയാവട്ടെ, വലിയമ്മയാവട്ടെ, ആരെക്കുറിച്ചും നാം കാഫിര്യങ്ങളെന്ന് പറയുകയില്ല. അതേസമയത്ത് അവർ ഫത്രത്തിൻ്റെ അഹലുകാരാണ്. അവർക്ക് പരലോകത്തിൽ ചില ഹദീസുകളിൽ വന്നതുപോലെ പരലോകത്തിൽ അവർക്ക് പരീക്ഷണം ഉണ്ടായിരിക്കും. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അവർക്ക് രക്ഷ, വിജയിച്ചില്ലെങ്കിൽ ശിക്ഷ, അങ്ങനെയായിരിക്കും. അതുകൊണ്ട് നാം അവരെക്കുറിച്ച് വിധി പറയാറില്ല. അത് നമുക്ക് ചർച്ച ചെയ്തിട്ട് പ്രയോജനമുള്ള വിഷയവുമല്ല. എന്തിനാണിപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചവരുടെ സ്ഥിതി എന്താണെന്ന് നാം വെറുതെ ചർച്ച ചെയ്തിട്ട് തലവേദനപ്പെടുത്തുന്നത്? അതിൻ്റെ ആവശ്യവുമില്ല. അതൊരു ഇൽമുമല്ല. അത് പഠിച്ചുകൊണ്ട് പ്രത്യേകതയും നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ പഠിച്ചാൽ മതി. അവർക്കാണ് വഹി ഇറങ്ങിയത്, അവർക്കാണ് ഇഖ്റ ബിസ്മി ഇറങ്ങിയത്, അവർക്കാണ് ശരീഅത്ത് ഇറങ്ങിയത്. ആ ശരീഅത്താണ് അവർ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു പോയത്. അത് പഠിച്ച് അതുകൊണ്ട് അമൽ ചെയ്താൽ മതി. അവർക്ക് മുമ്പ് വഹി കട്ടായ കാലഘട്ടത്തിൽ ജീവിച്ചവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് നാം വെറുതെ ചർച്ച ചെയ്തിട്ട് തല ചൂടാക്കിയിട്ട് പ്രയോജനമില്ല. അങ്ങനെ ഒരു വിധി പറയാനുള്ളതായ അവകാശം യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുമില്ല. അവർ മനസ്സിലാക്കിയതുപോലെ നാം മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈ വിഷയത്തിൽ പഠിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.